അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ചർച്ചാ വിഷയം നഹ്സ് നോക്കാൻ പോന്ന വീട് നിർമ്മാണം, ഗൃഹപ്രവേശനം, കച്ചവടം ആരംഭിക്കുക, വിവാഹനാൾ നിശ്ചയിക്കുക തുടങ്ങിയവയ്ക്ക് നല്ല ദിവസം നോക്കൽ, കുറ്റിയടിക്കാരനെ കൊണ്ട് നല്ല സ്ഥലം നിർണ്ണയിക്കൽ, നഹ്സ് നോക്കൽ തുടങ്ങിയ ആചാരങ്ങൾക്ക് വല്ല അടിസ്ഥാനമുണ്ടോ, ഇത് ശരിയാണോ എന്ന് പല സംശയങ്ങളുമുണ്ട്. അതിന് ശരിയായ മറുപടി നഹ്സ് നോക്കുന്നതിന് ധാരാളം തെളിവുകളുണ്ട്. ചില ദിവസങ്ങൾക്ക് മറ്റു ദിവസങ്ങളേക്കാൾ പ്രത്യേകതയുണ്ട്. ഇമാം അബൂദാവൂദും അഹ്മദും സുഹരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ കാണാം, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ ഒരാൾ കൊമ്പ് വെപ്പിക്കുകയും അതുകാരണമായി അവന് വെള്ളപ്പാണ്ട് ബാധിക്കുകയും ചെയ്താൽ അവനെ തന്നെയല്ലാതെ ആക്ഷേപിക്കരുത്. മേൽപ്പറഞ്ഞ 2 ദിവസത്തിലും കൊമ്പ് വെക്കരുതെന്ന് പ്രഖ്യാപിച്ചത് അതിന് പറ്റാത്ത ദിവസമായത് കൊണ്ടാണ്. ഇമാം ദാരിമി ഹയാത്തുൽ ഹയവാനിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൊല്ലത്തിൽ 12 ദിവസങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. ആ ദിവസങ്ങൾ മാനം നഷ്ടപ്പെടാനും സമ്പത്ത് നശിക്കാനും കാരണമാകും. ഞങ്ങൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകർ, ആ ദിനങ്ങൾ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹറം 12, സഫർ 10, റബീഉൽ അവ്വൽ 4, റബീഉൽ ആഖിർ 18, റമദാൻ 14, ശവ്വാൽ 2, ദുൽഖഅദ് 18, ജമാദുൽ ഊല 18, ജമാദുൽ ആഖിർ 12, റജബ് 12, ശഅബാൻ 16, ദുൽഹിജ്ജ 8. ഇവയാണ് ഈ ദിവസങ്ങൾ എന്ന് ഹയാത്തുൽ ഹയവാനിലുണ്ട്. ജാമിഉ സഗീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസുണ്ട്, ഓരോ മാസത്തിലെയും ഒടുവിലത്തെ ബുധൻ നഹ്സാകുന്നു. ഇതുപോലെ പല ദിവസങ്ങളുടെ മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. ഉദാഹരണം, വെള്ളിയാഴ്ച, തിങ്കളാഴ്ച. വീടിന് സ്ഥാനം നിശ്ചയിക്കുന്നതിനും തെളിവുകളുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തീ, വീട്, കുതിര എന്നിവയിലാണ് അവലക്ഷണം. മറ്റൊരു റിപ്പോർട്ടിൽ അവലക്ഷണം സ്ത്രീ, താമസ സ്ഥലം, മൃഗം എന്നിവയിൽ ആണ് എന്നും കാണാം. അവലക്ഷണമുണ്ടെങ്കിൽ വീട്, സ്ത്രീ, കുതിര എന്നിവയിലാണത് എന്നും വന്നിട്ടുണ്ട്. ബുഖാരി കിതാബുൻ നിക്കാഹ്, മുസ്ലിം കിതാബുസ്സലാം. പ്രയാസത്തിനും ദുരിതത്തിനും ഇവ മൂന്നും എല്ലാ സമയത്തും ബന്ധപ്പെടുന്നതിനാൽ അവയിൽ ഗുണമുള്ളത് തിരഞ്ഞെടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്ഥലം സംബന്ധിച്ച് സാധാരണ ജനങ്ങളിൽ അറിയപ്പെടുന്നതായി പലതും പ്രചാരണത്തിലുണ്ട്. ഉദാഹരണത്തിന്, തെക്ക് ഭാഗത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ഭൂമിയേക്കാൾ നല്ലത് വടക്ക് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നതാണ്. കാരണം സൂര്യതാപം ഏൽക്കാൻ കുറവായതിനാൽ വടക്കു ഭാഗത്ത് ചെരിഞ്ഞു കിടക്കുന്ന വീടും കൃഷിയും ഗുണമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെയേ അതിൻ്റെ ഗുണദോഷങ്ങൾ ഭൂമിശാസ്ത്ര പണ്ഡിതന്മാർ ഗവേഷണത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി സ്ഥലം നോക്കുന്നതിൽ പന്തികേടൊന്നുമില്ല. മാത്രമല്ല, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ, ഒരു യാത്രാ മധ്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഒരു താഴ്വരയിൽ അന്തിയുറങ്ങി. വിളിച്ചുണർത്താൻ ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ദീർഘനേരം ഉറങ്ങാതിരുന്നെങ്കിലും അദ്ദേഹം ഉറങ്ങിപ്പോയി. അതിനാൽ അവർക്ക് സുബ്ഹി നിസ്കാരം നഷ്ടപ്പെട്ടു. സൂര്യൻ ഉദിച്ച ശേഷമാണ് അവർ ഉണരുന്നത്. ഉടനെ അവർ നിസ്കാരത്തിന് തയ്യാറെടുപ്പിലായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ താഴ്വരയിൽ പിശാചുണ്ട്. അവിടെ നിന്ന് പോയതിന് ശേഷമാണ് അവർ നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടിയത് എന്ന് കാണാം. മിർക്കാത്തിലൊക്കെ 1-ാം വാള്യം 439 ഇതിൽ നിന്നും പൈശാചിക ബാധയുള്ള സ്ഥലങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് ഗ്രഹിക്കാം. മാത്രമല്ല, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി വീട് വെക്കാൻ സ്ഥലം നിരീക്ഷിച്ചിരുന്നു എന്നും കാണാം. ഇബ്നു മാജയിലുണ്ട്. ഇതിനാൽ ഇത്തരം കാര്യങ്ങൾ അറിയുന്ന പണ്ഡിതന്മാരെയോ മറ്റോ സമീപിച്ച് അവരുടെ സഹായം തേടാം. ഈ രംഗത്ത് ധാരാളം അന്ധവിശ്വാസങ്ങൾ നടക്കുന്നുണ്ട്. ജനങ്ങളെ ചൂഷണം ചെയ്യാൻ മുതിരുന്ന പലരുണ്ട്. പിശാച് ബാധ നീക്കം ചെയ്യാൻ എന്ന വ്യാജേന അന്യമതാചാരപ്രകാരം പൂജയും ഹോമവുമെല്ലാം നടത്തുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് ഓർക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.